വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സസ് 1 to 7. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 20 1 മുതൽ 7 വരെ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ സർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. എല്ലാവരും പറഞ്ഞേ 1000 ആണ്ട്. ഒരിക്കൽ കൂടെ രണ്ടാമത്തെ വാക്യം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 1000 ആണ്ട് കഴിവോളം. ഒരിക്കൽ കൂടെ പറയൂ, 1000 ആണ്ട്. ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൊട്ടുകയും മീതെ മുന്തിരിയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളതായിരുന്നവരുമാരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട്, പറഞ്ഞേ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ ആരും 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. ഒരിക്കൽ കൂടെ പറഞ്ഞ 1000 ആണ്ട്. പിന്നെ ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിന് ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഒരിക്കൽ കൂടെ പറഞ്ഞ 1000 ആണ്ട്. 7-ാം വാക്യം. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ച് വിടും. എത്ര പ്രാവശ്യം 1000 ആണ്ട് എന്ന് എഴുതിയിരിക്കുന്നു? 6 പ്രാവശ്യമാണ് ആ 7 വാക്യങ്ങളിൽ 1000 ആണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 1000 ആണ്ട് എന്ന് 6 പ്രാവശ്യമാണ് എഴുതിയിരിക്കുന്നത്. നാം കേൾക്കുന്നതായ ഈ ചുരുങ്ങിയ ദൂതിൻ്റെ അതേ തലക്കെട്ട് ഇതാണ്: ആർ യു ഇൻ ദ റൂളിംഗ് പാർട്ടി? നിങ്ങൾ ഭരണപക്ഷത്തോ? എന്തൊരു ശാന്തത! നിങ്ങൾ ഭരണപക്ഷത്തോ? അയ്യോ, വോട്ടിട്ട് പോയല്ലോ. വോട്ടിടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ തീരുമാനിക്കാമായിരുന്നു. ബ്രദർ, ഒരാഴ്ച ലേറ്റായി അല്ലെങ്കിൽ 2 ആഴ്ച ലേറ്റായി എന്നാരോ പറയുന്നു. പക്ഷേ യഥാർത്ഥ ഭരണം വരാൻ പോകുന്നതേ ഉള്ളൂ. 5 വർഷത്തേക്കല്ല, 4 വർഷത്തേക്കല്ല. നാം കേട്ടതുപോലെ 6 പ്രാവശ്യം പറഞ്ഞതുപോലെ ആർക്കും ഇളക്കാൻ കഴിയാത്ത വിധത്തിൽ 1000 ആണ്ട് ഒരു രാജാവല്ല, ഒരു രാജാതി രാജാവ് ഈ ലോകത്തെ ഭരിപ്പാൻ വേണ്ടി പോകുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, യേശു കർത്താവിൻ്റെ 1-ാമത്തെ വരവിനെ കുറിച്ച് ബൃഹത്തായ പ്രവചനങ്ങൾ ഉൽപ്പത്തി 3 മുതൽ നിങ്ങൾക്ക് വായിപ്പാൻ ഗുണം കഴിയും. എന്നാൽ യേശു കർത്താവിൻ്റെ 1-ാമത്തെ വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതിനേക്കാൾ എത്രയോ അധികമായി യേശു 2-ാമത് വരുമെന്ന് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ 1-ാമത്തെ വരവ് വാസ്തവമായിരുന്നെങ്കിൽ എത്രയോ അതിനേക്കാൾ ഉപരിയായി നാം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സത്യമാണ്, കർത്താവ് വീണ്ടും വരുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, യേശു കർത്താവ് അവൻ വീണ്ടും വരുന്നുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് വന്നതുപോലെയല്ല യേശു ഇനി വരുവാൻ വേണ്ടി പോകുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് യേശു പാപികൾക്ക് വേണ്ടി വന്നു. ഇനി പാപം കൂടാത്തവർക്ക് അഥവാ വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു വന്നപ്പോൾ ബെത്ലഹേമിലെ ആ തൊഴുത്തിൽ എല്ലാവരും കുനിഞ്ഞു നോക്കി. ഇടയന്മാർ, മറ്റു പ്രിയപ്പെട്ടവർ കുനിഞ്ഞു നോക്കി. എന്നാൽ ഇനി വരുമ്പോൾ സകലരും തല ഉയർത്തി നോക്കുവാൻ തക്കവണ്ണം അവൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷനാകുവാൻ വേണ്ടി പോകുന്നു. അതെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു വന്നപ്പോൾ അവൻ ശിശുവായി വന്നു. എന്നാൽ രാജാക്കന്മാരുടെ രാജാവായി യേശു കർത്താവ് വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു.
2000 വർഷങ്ങൾക്കും അന്ന് യേശു വന്നപ്പോൾ അവൻ ഒറ്റയ്ക്കാണ് വന്നത്. എന്നാൽ ഇനി വരുമ്പോൾ സകല ദൂതന്മാരുമായി വിശുദ്ധന്മാരുമായി യേശു കർത്താവ് കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ സ്വർഗീയ കൊയറിൻ്റെ ചെറിയൊരു സംഘം മാത്രം ചേർന്ന് പാടി അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. എന്നാൽ കിഴക്കുന്നത് പടിഞ്ഞാറ് വരെ മിന്നൽ വെളിപ്പെടുന്നത് പോലെ വളരെ തേജസ്സോടും ശക്തിയോടും കൂടെ മനുഷ്യപുത്രൻ വീണ്ടും വരുമെന്ന് തൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ആ പരസ്യ വരവിനെ അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷതയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ സഭ കാത്തിരിക്കുന്നത് മഹത്വ പ്രത്യക്ഷതയല്ല, സഭ കാത്തിരിക്കുന്നത് മേഘപ്രത്യക്ഷതയാണ്, ദ റാപ്ചർ ഓഫ് ദ ചേർച്ച്. എന്നാൽ അതിന് ദൈവസഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം മഹത്വ പ്രത്യക്ഷതയായി അവന് ആ സ്തോത്രം പരസ്യമായി കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. ലോകത്തിലെ സകല ടെലിവിഷൻ ചാനലുകളും അത് ലൈവായി ടെലികാസ്റ്റ് ചെയ്തിരിക്കും. ലോകത്തിലെ സകല സോഷ്യൽ മീഡിയയിലും അത് ടെലികാസ്റ്റ് ചെയ്തിരിക്കും. സ്തോത്രം. കർത്താവ് ഒറ്റയ്ക്കല്ല വരുന്നത്, അവൻ വിശുദ്ധന്മാരുമായി കടന്നു വരും. ബ്രദർ, എവിടെ ഇരുന്നായിരിക്കും ഞങ്ങൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ നോ, നമുക്ക് അതിന് അല്പം പോലും പാർട്ടിസിപ്പേഷൻ പാടില്ല. കാരണം അതിനു മുൻപ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ എന്നേക്കുമായിരിക്കാൻ മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാടെ. അനേക മാസങ്ങൾ പ്രസംഗിക്കേണ്ട വിഷയമാണ് യേശു കർത്താവിൻ്റെ മടങ്ങിവരവ്, മഹത്വ പ്രത്യക്ഷതയ്ക്ക് തുറന്നുള്ളതായ 1000 ആണ്ട് വാഴ്ച. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, മില്ലേനിയം റെയിൻ അഥവാ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് അനേക മാസങ്ങൾ പ്രസംഗിക്കേണ്ടതായ വിലയേറിയ സ്തോത്രം ഒരു വിഷയമാണ്. അതെ, മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം യേശു കർത്താവ് 1000 ആണ്ട് ഈ ലോകത്തിൽ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. മില്ലേനിയം അത് ഒരു സ്തോത്രം, അതെ ലാറ്റിൻ വേർഡാണ്. മില്ലോ എന്ന് പറഞ്ഞാൽ 1000, സ്തോത്രം ആനുവം എന്ന് പറഞ്ഞാൽ വർഷം. 1000 വർഷം യേശു കർത്താവ് ഈ ലോകത്തെ ഭരിപ്പാൻ വേണ്ടി കടന്നു വരുന്നു. എന്നാൽ യേശു കർത്താവ് കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്പർ 1, ചില കാര്യം പറയട്ടെ. ഒരു മല 2ആയി മാറ്റപ്പെടുമെന്ന്, ഒരു മല 2ആയി വിഭാഗിക്കപ്പെടുമെന്ന് വേദപുസ്തകം പറയുന്നു. സഖറിയ പ്രവചനം 14-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ രാജാക്കന്മാരുടെ രാജാവ് യേശുവിൻ്റെ പാദം ഒരു മലയിൽ വയ്ക്കുമ്പോൾ അത് കിഴക്ക് പടിഞ്ഞാറായി 2ആയി മാറ്റപ്പെടും. അതിൻ്റെ താഴ്വരയിലാണ് യേശു പ്രാർത്ഥിച്ചതായ ഗദശമന. അർത്ഥം, സിംഹാസനസ്ഥനായി യേശു തൻ്റെ വാഗ്ദത്തത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കരയിപ്പിച്ചതായ ഒലിവുമലയും ഗദശമനയും അവിടെ കാണുകയില്ല. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം പൂവണിയുമ്പോൾ, നിറവേറുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തം നിറവേറുമ്പോൾ കണ്ണുനീർ പോയിട്ട് അതിൻ്റെ ചെറിയൊരു ട്രേസ് പോലും അതൊരിക്കലും ഉണ്ടാകത്തില്ല. അതെ, സ്തോത്രം, ഒരു മല 2ആയി മാറ്റപ്പെടും. മാത്രമല്ല, സ്തോത്രം, അന്ന് ലോകത്തെ ഭരിക്കുന്നതായ ഒരു ഭരണകർത്താവുണ്ട്. അവൻ്റെ പേരാണ് എതിർ ക്രിസ്തു. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് തൻ്റെ വായിലെ ശ്വാസത്താൽ അന്തിക്രിസ്തുവിനെ യേശു കർത്താവ് ഒടുക്കിക്കളയും. ഞാൻ ആവർത്തിക്കുന്നു, വായിലെ ശ്വാസത്താൽ യേശു കർത്താവ് അന്തിക്രിസ്തുവിനെ, എതിർ ക്രിസ്തുവിനെ ഒടുക്കിക്കളയും എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ ശനി വരെയുള്ളതായ അതേ പിന്മാറ്റക്കാരൻ്റെ ബൈബിളിൽ ഇരിക്കുന്ന പൊടിയെ അവൻ ഊതിക്കളഞ്ഞ് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ ആ വിശുദ്ധ പുസ്തകം കൊണ്ടുവരുന്നത് പോലെ പൊടിയെ ഊതിക്കളയുന്ന ലാഘവത്തിൽ രാജാക്കന്മാരുടെ രാജാവാകുന്ന യേശു ഏത് ക്രിസ്തുവിനെ തകർത്ത് കളയും. അവൻ്റെ മൂക്കിലെ ശ്വാസത്തിനും ശക്തിയുണ്ട്, അവൻ്റെ വായിലെ ശ്വാസത്തിനും ശക്തിയുണ്ട്. ഇന്ന് പകൽ മനസ്സിലാക്കുക, ഏത് അന്ധകാര ശക്തികളെക്കാൾ, ഏത് മന്ദവാദ ശക്തികളെക്കാൾ, ഏത് പൈശാചിക മണ്ഡലത്തെക്കാൾ ഏറ്റവും ശക്തനാണ് കർത്താവ്. ആ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ഈ രാത്രി ദൈവത്തെ, ഈ പകൽ ദൈവത്തെ സ്തുതിച്ചാടെ.
ഹല്ലേലൂയ. തിരുവചനം പറയുന്നു 4000 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കടൽ വിഭാഗിപ്പാൻ ദൈവം മൂക്കിലെ ശ്വാസമാണ് ഉപയോഗിച്ചത്. മൂക്കിലെ ശ്വാസത്താൽ ചെങ്കടലിലെ ദൈവം വിഭാഗിച്ചു എന്ന് പുറപ്പാട് 14-15 അധ്യായങ്ങൾ പറയുന്നു. മൂക്കിലെ ശ്വാസത്താൽ കടലെ വിഭാഗിച്ചവനായ കർത്താവ് തൻ്റെ വായിലെ ശ്വാസത്താൽ എതിർ ക്രിസ്തുവിനെ ഒടുക്കിക്കളയുന്നു. അതിനുശേഷം സ്തോത്രം എതിർ ക്രിസ്തുവിനെ ബന്ധിച്ച് എന്നേക്കുമായി ദണ്ഡനം അനുഭവിപ്പാൻ പാതാളത്തിലേക്ക് അയക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. യേശു കർത്താവിന്റെ പ്രത്യക്ഷ വരവെങ്കിൽ വലിയൊരു യുദ്ധമുണ്ടായിരിക്കും. അതിന്റെ പേരാണ് അർമഗദോൻ. ലോകത്തിലുള്ളതായ സകല ജാതിത്വ അതേ സൈന്യവും യെരുശലേമിന് പ്രിയ നഗരമാകുന്ന യെരുശലേമിനെ ചുറ്റി വളയുമെന്ന് പ്രവാചകന്മാർ പ്രവചനം പറയുന്നു. ഇറാന്റെ സൈന്യം, ചൈനയുടെ സൈന്യം, അറബ് രാജ്യങ്ങളുടെ സൈന്യം ആ സ്ഥലത്ത് കടന്നു പോകും. എന്നാൽ തിരുവചനം പറയുന്നു, അവർ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ചീഞ്ഞ് അഴുകിപ്പോകും. ഒരു ട്രാൻസ്ലേഷൻ പറയുന്നവർ നിൽക്കുമ്പോൾ തന്നെ അവർ വേപ്പറൈസ് ആയി പോകും. അർത്ഥം അത് അറ്റോമിക് ബ്ലാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ അണ്വായുധം പ്രയോഗിക്കപ്പെടും. അതുകൊണ്ടാണ് 1 സെക്കൻഡിന് താഴെ സമയം, ഒരിക്കൽ കൂടെ 1 സെക്കൻഡിന് താഴെ സമയം വരുമ്പോൾ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ഈ ജാത്യുത്വ രാജ്യങ്ങളുടെ സൈന്യം അവർ വേപ്പറൈസ് ആകും. അവർ നീരാവി പോലെ ആയിത്തീരും. മനസ്സിലാക്കണമേ. എന്നാൽ 80% ആ സൈന്യം തകർക്കപ്പെടും. 20% സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ ചോദിച്ചു, കർത്താവേ, അവരെ 100% കൊല്ലണ്ടായിരുന്നോ? കർത്താവ് പറയും, വേണ്ട, ആ 20% തിരിച്ചു പോയി പറയട്ടെ, എതിർ ക്രിസ്തുവിനേക്കാൾ എത്രയോ ശക്തിയുള്ളവനാണ് മടങ്ങി വന്നതായ മെസ്സിഹ. ആ യുദ്ധം അതോടെ അവസാനിക്കുന്ന അതിൻ്റെ പേരാണ് അർമഗദോൻ. മാത്രമല്ല മെസ്സിഹ സ്തോത്രം കടന്നു വരുമ്പോൾ നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്നതായ ഒരു ഗേറ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് കിഴക്കേ വാതിൽ. ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങളുടെ തലമുറകൾ നോക്കി പറയട്ടെ, ഏതെങ്കിലും വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു എങ്കിൽ ഈ 5-ാം മാസത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ അത് തുറന്നു വരുവാൻ വേണ്ടി പോകുന്നു. ഇവാൻസ് ബ്രദർ ഈ സർവീസിന്റെ ആരംഭത്തിൽ സ്തോത്രം വായിച്ചതുപോലെ വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. 24-ാം സങ്കീർത്തനം 7-ാം വാക്യം 9-ാം വാക്യം പറയുന്നതനുസരിച്ച് നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടക്കുന്നതായ ആ കിഴക്കേ വാതിൽ ഇതാ മെസ്സിഹായുടെ മുൻപിൽ തുറക്കപ്പെടുന്നു. അവൻ വീണ്ടും വരികയാണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, he is going to be seated in the throne of King David, his father David. അതേ, ദാവീദ് രാജാവിന്റെ സിംഹാസനത്തിൽ യേശു കർത്താവ് ഇരിക്കും. ഓർക്കുക, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ നാസ്രയത്തിൽ മാലാഖ ഇറങ്ങി വന്ന് മറിയെടുത്ത് പറഞ്ഞതാണ്, ഇവൻ എവിടെ ഇരിക്കേണ്ടവനെന്നറിയോ? ഇവൻ നാസ്രയത്തിൽ ഇരിക്കേണ്ടവനല്ല, ഇവൻ യെരുശലേമിൽ ക്യാപിറ്റലായി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇവൻ ഇരിക്കേണ്ടതാണ്. സോ മറിയ പ്രതീക്ഷിച്ചത് ഇവന് സിംഹാസനമാണ്. ഞാൻ ആവർത്തിക്കുന്നു, മറിയ പ്രതീക്ഷിച്ചത് ഇവൻ സിംഹാസനത്തിൽ ഇരിക്കുമെന്നാണ്. എന്നാൽ ഇന്ന് പ്രതീക്ഷ തെറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രതീക്ഷ നശിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, അയ്യോ ഇടയ്ക്കൊരു ഗതശമനം വന്നല്ലോ, ഇടയ്ക്കൊരു ഗോൽഗോത്ത വന്നല്ലോ, പ്രതീക്ഷിക്കാത്ത ആഘാതങ്ങൾ, പ്രതീക്ഷിക്കാത്ത കലാമിറ്റികൾ എൻ്റെ ലൈഫിൽ കയറി വന്നല്ലോ, ഞാൻ പ്രതീക്ഷിച്ച ഒന്നാണ്, സംഭവിച്ചത് മറ്റൊന്നാണ്, ഞാൻ വിചാരിച്ചത് ഒന്നാണ്, വാഗ്ദത്തം ചെയ്തത് ഒന്നാണ്, പക്ഷെ ലഭിച്ചത് മറ്റൊന്നാണ് എന്നാരെങ്കിലും പറയുന്നെങ്കിൽ പിടിച്ചെന്നില്ല. പ്രാർത്ഥന കുറഞ്ഞു പോകില്ല, വിശ്വാസത്തിൽ തണുക്കരുത്, പിടിച്ചെന്നില്ല. മറിയ ഉൾപ്പെടെ ഉള്ളവർ കാണും ഈ ദിവസങ്ങളിലൊന്ന് മെസ്സിയാകുന്ന യേശു അതേ തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അതെ, നാം വായിച്ചു വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 1000 ആണ്ടേക്ക് അവനെ ബന്ധിച്ച് സ്തോത്രം സാത്താനെ ബന്ധിപ്പാൻ ദൂതൻ ഇറങ്ങിയാണ്. ഞാൻ ആവർത്തിക്കട്ടെ, 1000 ആണ്ട് സാത്താനെ ബന്ധിപ്പാൻ ദൂതൻ ഇറങ്ങിയാണ്. ചില കുറ്റവാളികളെ പിടിപ്പാൻ 100 കണക്കിന് പോലീസുകാരാണ് പോകുന്നത്. എന്നാൽ നോക്കണമേ, ഒരു ദൂതൻ ഇറങ്ങി സാത്താനെ ബന്ധിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് മനസ്സിലായില്ല? ഒറ്റ ദൂതൻ മതി, ഒറ്റ ദൂതൻ മതി, ഒറ്റ ദൂതൻ മതി. ഒരു ദൂതൻ ഇറങ്ങി സാത്താനെ ചങ്ങലക്കിടുന്നു. എന്നാൽ സഹോദരന്മാരെ, നിന്നോട് കൂടെ ഏറ്റവും കുറഞ്ഞത് 2 ദൂതന്മാരുള്ളത്. നിന്നോട് കൂടെ ഏറ്റവും കുറഞ്ഞത് 2 ദൂതന്മാരാണുള്ളത്. എബ്രായർ 1:14 അങ്ങനെ പറയുന്നു, ഒറ്റ ദൂതൻ ഇറങ്ങി സാത്താനെ സ്തോത്രം ബന്ധിക്കുന്നു. അതേ, തിരുവചനം പറയുന്നു, കർത്താവ് യേശു വേഗം വരുവാൻ വേണ്ടി പോകുന്നു. 1000 ആണ്ട് യേശു കർത്താവ് സ്തോത്രം സിംഹാസനത്തിലിരുന്ന് രാജാതി രാജാവായി ഭരിക്കും. 1 തിമോഥെയോസ് 6:16, വെളിപ്പാടിന്റെ 17, 14, 19, 16 ആവർത്തിച്ച് വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് അവൻ രാജാതി രാജാവ്. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, യേശു രാജാതി
രാജാവ്. വൺ മോർ ടൈം. യേശു രാജാധി രാജാവ്. അർത്ഥം എന്താണ്? പുതിയ നിയമസഭ നിങ്ങളും ഞാനും പുരോഹിതന്മാരാണ്, രാജാക്കന്മാരാണ്. നമ്മൾ പുരോഹിതന്മാരാണ്, രാജാക്കന്മാരാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ക്രിസ്തു തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുവിന്റെ വിലയേറിയ രക്തത്താൽ നിങ്ങൾ പുഴുവല്ല, തുരുമ്പല്ല, ഒന്നുമല്ലാത്തവനല്ല. യു ആർ മോർ ദാൻ കോൺകറർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങൾ ഏതോ പ്രതിസന്ധിക്ക് ഇരയല്ല, നിങ്ങൾ വിക്ടിം അല്ല, നിങ്ങൾ വിക്ടർ ആണ്. ഒരു വശത്തെ നിങ്ങൾ പുരോഹിതന്മാരാണ്, മറുവശത്തെ നിങ്ങൾ രാജാക്കന്മാരാണ്. അതുകൊണ്ട് രാജാക്കന്മാർക്ക് മീതെ ഒരു രാജാവ്, യേശു കർത്താവ് രാജാതി രാജാവ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നോക്കിയാട്ടെ, വേഗത്തിൽ ചില കാര്യം പറഞ്ഞ് വളരെ പെട്ടെന്ന് നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്. തിരുവചനം പറയുന്നു, ഈ ദിവസങ്ങളിൽ സ്തോത്രം മടങ്ങി വരുന്നതായ ആ 1000 ആണ്ട് അരസാക്ഷി എന്ന് തമിഴിൽ പറയും 1000 ആണ്ട് ഭരണത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഒന്നാമതായി എഫെസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. 1000 ആണ്ട് യേശു കർത്താവ് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ആ രാജ്യത്തിന് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലെങ്കിൽ ഭൂമിയിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? നെപ്പോളിയന്റെ കാലത്തെക്കാൾ, അലക്സാണ്ടറിന്റെ കാലത്തെക്കാൾ, ഹിറ്റ്ലറിന്റെ കാലത്തെക്കാൾ, ഫറവോന്റെ കാലത്തെക്കാൾ, നെബൂഖദ്നേസറിന്റെ കാലത്തെക്കാൾ, മറ്റ് ഏതെങ്കിലും രാജാക്കന്മാരുടെ കാലത്തെക്കാൾ, മറ്റ് ഏതെങ്കിലും സാമ്രാജ്യങ്ങളുടെ കാലങ്ങളെക്കാൾ തുലവും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ഈ 1000 ആണ്ട്. ലെറ്റ് മീ ടെൽ യു വൺ മോർ ടൈം. മറ്റ് ഏതൊരു രാജാവിനേക്കാൾ, ഏതൊരു സാമ്രാട്ടിനേക്കാൾ, ഏതൊരു ചക്രവർത്തിയേക്കാൾ വ്യത്യസ്തമായ 1000 ആണ്ട് ഈ ഭൂമിക്ക് ഉണ്ടാകുവാൻ വേണ്ടി പോകുന്നു. കാരണം യേശു രാജാതി രാജാവായി വീണ്ടും വരുന്നു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണ്ണത വ്യവസ്ഥയ്ക്കായി തന്നെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക. ക്രിസ്തുവിൽ ഒന്നാക്കുക. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ആരിൽ ഒന്നാക്കുക? ക്രിസ്തുവിൽ ഒന്നാക്കുക. മെയിൻ ക്യാരക്ടർ, ഒരു ട്രാൻസ്ലേഷനിൽ പറയുന്നു, മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. യഥാർത്ഥ വ്യക്തിത്വം, പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞില്ല. ഒരിക്കൽ കൂടെ, പ്രധാന വ്യക്തി ദൈവരാജ്യത്വമാകുന്ന ദൈവസഭയിൽ കയറി വരുമ്പോൾ ദൈവസഭയിലെ പ്രധാന വ്യക്തി ബ്രദർ അല്ല, പാസ്റ്റർ അല്ല, പ്രവാചകനല്ല, വർഷിപ്പ് ലീഡർ അല്ല, പാട്ടല്ല, മ്യൂസിക് അല്ല, പ്രോഗ്രാം അല്ല, ബിൽഡിംഗ് അല്ല, പണമല്ല, എഡ്യൂക്കേഷൻ അല്ല. ദൈവസഭയിലെ മെയിൻ ക്യാരക്ടർ, ദൈവസഭയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ദാവീദിന്റെ മുള, ജീവിതത്തിന്റെ ആൽഫ ഒമേഗയാകുന്ന ദൈവപുത്രനായ യേശുവാണ്. യേശുവായിരിക്കട്ടെ ശുശ്രൂഷയുടെ കേന്ദ്രബിന്ദു. യേശുവായിരിക്കട്ടെ നിന്റെ ഉണർവ്. യേശുവായിരിക്കട്ടെ നിന്റെ ശുശ്രൂഷ. യേശുവായിരിക്കട്ടെ നിന്റെ പ്രവചനം. യേശുവായിരിക്കട്ടെ നിന്റെ രോഗശാന്തിയിൽ. യേശുവായിരിക്കട്ടെ നിന്റെ ചർച്ച് ഗ്രോത്തിൽ. ഇന്നത്തെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം, സ്തോത്രം, പലയിടത്തും യേശുവില്ല. ബാക്കി എല്ലാം ഉണ്ട്. സ്തോത്രം, എണ്ണയുണ്ട്, തീയുണ്ട്, കാറ്റുണ്ട്, മറ്റു പല പരിപാടികളുണ്ട്, പക്ഷെ യേശുവില്ല. ഇന്ന് പലയിടത്തും സഭ അറിയപ്പെടുന്നത് പാസ്റ്റർമാരുടെ പേരിലാണ്. സുരേഷിന്റെ സഭ, സ്തോത്രം, അതെ, മറ്റവന്റെ സഭ, ബ്രദറിന്റെ സഭ, പല ബ്രാൻഡിന്റെ പേരിലാണ്, പല പല വ്യക്തിത്വങ്ങളുടെ പേരിലാണ് അതേ സഭ അറിയപ്പെടുന്നത്. ഇന്ന അപ്പോസ്തലന്റെ സഭ, ഇന്ന പ്രവാചകന്റെ സഭ, ഇന്ന ബ്രദറിന്റെ സഭ. ഒരാളിന് മാത്രം ഇന്ന് സഭയില്ല, യേശുവിന് മാത്രം സഭയില്ല. തിരിച്ചു വന്നാട്ടെ, തിരിച്ചു കൊണ്ടുവന്നാട്ടെ. നിന്റെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു കർത്താവായ യേശുവായിരിക്കട്ടെ. അവനെ സൈഡിലാക്കല്ലേ. എത്ര പേർ കേട്ടെന്ന് എനിക്കറിയത്തില്ല, എത്ര പേർ എക്സൈറ്റഡ് ആയെന്ന് എനിക്കറിയത്തില്ല. യേശുവിനെ സൈഡിലാക്കല്ലേ. യേശു നിന്റെ മധ്യത്തിലായിരിക്കട്ടെ. യേശു മാറിപ്പോയാൽ പിന്നെ എതിർ ക്രിസ്തുവായിരിക്കും അവിടെ കയറിയിരിക്കുന്നത്. എതിർ ക്രിസ്തു മറ്റെന്തെങ്കിലുമല്ല, മറ്റേതെങ്കിലുമല്ല നിന്നെ നയിക്കേണ്ടത്. നീ എക്സൈറ്റഡ് ആകേണ്ടത് കൃപാവരം കണ്ടിട്ടല്ല. ടച്ചും ഫയറും ഫാൾ ഡൗണും പ്രമാണവും ഉപദേശവും അതേ ചർച്ച് ബൈലോയും പൊളിറ്റിക്സും ചെയറും പൊസിഷനും കാണുമ്പോഴല്ല നിനക്ക് രോമം പൊങ്ങേണ്ടത്. നിന്റെ ആവേശം യേശുവായിരിക്കണം. ഓ ഹല്ലേലൂയ. ക്രിസ്തു ആയിരിക്കണം നിന്റെ മെയിൻ ക്യാരക്ടർ.
എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം ഒരിക്കൽ കൂടെ നിങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ക്രിസ്തുവിൽ അവൻ സ്വർഗത്തെയും ഭൂമിയെയും ഒന്നാക്കുന്നു എന്ന്. നോക്ക്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ ഡിസ്പെൻസേഷന്റെ വ്യവസ്ഥക്കായി കൊണ്ട് തന്നെ പല ഡിസ്പെൻസേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തോത്രം, നിഷ്പാപയുഗം, മനസാക്ഷി യുഗം, പിന്നെ സ്തോത്രം വാഗ്ദത്ത യുഗം, അതേ ന്യായപ്രമാണ യുഗം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ കൃപായുഗം, അത് കഴിഞ്ഞിട്ട് സ്തോത്രം അതേ സഹസ്രാബ്ദ യുഗം, പിന്നെ നിത്യയുഗം എന്ന് പറയുന്നതായ 7 യുഗങ്ങളുണ്ട്. ആര് സ്തോത്രം പറഞ്ഞില്ല? 7 മറ്റൊരു പ്രസംഗമാണ്, പിന്നെ പറഞ്ഞുതരാം. സ്തോത്രം. എന്നാൽ നോക്കണം, ഇപ്പോൾ ഇതാ പുതിയൊരു ഡിസ്പെൻസേഷൻ, പുതിയൊരു കാല സമ്പൂർണത വരുന്നു. ആ പുതിയ കാല സമ്പൂർണത ഈ ഭൂമിയിൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. ഈ ഭൂമിയിലെ അവസാനത്തെ ഡിസ്പെൻസേഷൻ, ഈ ഭൂമിയിലെ അവസാനത്തെ യുഗം എന്ന് പറയുന്നത് സഹസ്രാബ്ദ യുഗമാണ്. അത് കഴിയുമ്പോൾ ഈ പഴയ ആകാശവും പഴയ ഭൂമിയും മാറിപ്പോകും. ഈ ഭൂമിയിലെ അവസാന യുഗത്തിലേക്ക് ദൈവജനം, ദൈവസഭ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്നു. ഇന്ന് പകൽ ഉണർന്നിരുന്ന് കേട്ടാട്ടെ, ആ 1000 വർഷം സ്തോത്രം എന്താ സംഭവിക്കുന്നത്? അത് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ ക്രിസ്തുവിൽ ഒന്നായി ചേരുന്നു. സ്വർഗം അങ്ങ് അകലെയല്ല, പിന്നെ സ്വർഗവും ഭൂമിയും ഒന്നാണ്. ബ്രദർ സുരേഷ് ബാബു, ഒന്നാക്കി ചേർക്കേണ്ടതിന് ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയാൽ പണ്ടുണ്ടായിരുന്നത് പോലെ എന്നർത്ഥം. റിയലി സ്വർഗവും ഭൂമിയും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. യെസ്, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ആദാമിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ സ്വർഗം ഭൂമിയെ ചുംബിച്ചിരുന്നതായ ദിനം, ഇടവപ്പാതി തുലാവർഷം തിമിർത്ത് പെയ്യുന്നതായ ആ വേളകളിൽ നമ്മൾ ഈ വെസ്റ്റേൺ ഗട്ട്സിൽ അല്ലെങ്കിൽ അതേ പശ്ചിമഘട്ടത്തിലേക്ക് നോക്കിയാൽ മേഘം മൂടിക്കിടക്കുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വ മേഘം ഭൂമിയിൽ മൂടിക്കിടന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മേഘം ഈ ഭൂമിയിൽ മൂടിക്കിടന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം എന്തെന്നറിയോ? അന്ന് പാപം ഇല്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ വീണപ്പോൾ സ്തോത്രം മഹത്വം മാറി, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു, ദൈവം അകലെയായി. എന്നാൽ തിരുവചനം പറയുന്നു, വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ ഒരു വീഴ്ചയുണ്ടെങ്കിലും അതേ അവസാനത്തിൽ ക്രിസ്തുവിൽ ഒരു റെസ്റ്റോറേഷൻ ഉണ്ട്, ക്രിസ്തുവിൽ ഒരു തിരിച്ചുവരവുണ്ട്, ക്രിസ്തുവിൽ ഒരു തിരിച്ചുവരവുണ്ട്. അതന്ന് മാത്രമല്ല, നിന്റെ ലൈഫിന്റെ സിംഹാസനത്തിൽ യേശുവാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരിക്കൽ കൂടെ, നിന്റെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ രാജാതി രാജാവായി യേശുവാണ് ഇരിക്കുന്നത് എങ്കിൽ നിശ്ചയമായി 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 നിനക്ക് നഷ്ടപ്പെട്ടത് തിരികെ നൽകുന്നവനാണ് കർത്താവ്. അതെ, സ്തോത്രം, നഷ്ടപ്പെട്ടത് തിരികെ നൽകുന്നവനാണ് കർത്താവ്. The lamb and lion they shall dwell together. അതെ, കുഞ്ഞാടും സ്തോത്രം പുള്ളിപ്പുലിയും ഒരുമിച്ച് വസിക്കും. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. അങ്ങനെ ഒരു കാലം കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. യെശയ്യാ പ്രവചിക്കുകയാണ്, അതെ സ്തോത്രം, കാള പോലെ സിംഹം വൈക്കോൽ തിന്നും. ഒരിക്കൽ കൂടെ, സ്തോത്രം, കാള പോലെ സിംഹം വൈക്കോൽ തിന്നും. ക്രൂരമായ ജന്തുക്കളായിരുന്നു അവർ. വൈക്കോൽ തിന്നുമെന്ന് വെജിറ്റബിൾസ് തിന്നും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു സഹോദരങ്ങളെ. മനുഷ്യന്റെ പാപത്തിന്റെ വീഴ്ചയ്ക്ക് മുമ്പ് സ്തോത്രം, അതെ ഉൽപ്പത്തി പുസ്തകം 1:30 നിങ്ങൾ വായിക്കുമ്പോൾ, അതെ ദൈവം പുല്ലുകളെ വെജിറ്റബിൾ ആയിട്ട് സകല മൃഗങ്ങൾക്കും ആഹാരം നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ ആരും മിണ്ടുന്നില്ല. അയ്യോ, ഇന്നത്തെ നോൺ വെജിറ്റേറിയൻ ഞാൻ കുക്ക് ചെയ്തത് വേസ്റ്റായി പോയല്ലോ എന്നുള്ള അങ്കലാപ്പിലാണ് ചിലർ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഉൽപ്പത്തി 1:30 വായിക്കുമ്പോൾ വെറും സ്തോത്രം സസ്യാഹാരം മാത്രം ദൈവം നൽകിയതായ ഒരു കാലമുണ്ടായിരുന്നു. ഭൂമിയിലെ സകല മൃഗത്തിലും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചലിക്കുന്ന സകല ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യം ഒക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു. പച്ച സസ്യം ഒക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു. പണ്ട് മനുഷ്യൻ തിന്നിരുന്നത്, അല്ലെങ്കിൽ പണ്ട് മൃഗങ്ങൾ തിന്നിരുന്നത് പച്ച സസ്യമായിരുന്നു. മറ്റ് മൃഗങ്ങളെയല്ല തിന്നത്, രക്തത്തെയല്ല തിന്നത്, അതേ മാംസത്തെയല്ല തിന്നത്, പച്ച സ്തോത്രം സസ്യമായിരുന്നു കൊടുത്തിരുന്നത്. യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ പുല്ല് തിന്നുന്ന ഒരു സിംഹം പോലെ, ദാറ്റ് മീൻസ് നഷ്ടപ്പെട്ടത് ദൈവം തിരികെ നൽകുന്നു. ദൂതിതാണ്, പണ്ട് മാത്രമല്ല നിനക്ക് നല്ല കാലം, നഷ്ടപ്പെട്ടു പോയ നല്ല കാലം നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു. നഷ്ടപ്പെട്ട നല്ല കാലം നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ആ കാലത്തെ യേശു കർത്താവ് രാജാതി രാജാവായിരിക്കുമ്പോൾ 1000 ആണ്ട് ആ സ്തോത്രം ആ രാജധാനിയിൽ സംഭവിക്കുന്നത്, there won't be any sickness or diseases. അവിടെ രോഗങ്ങളും ബലഹീനതകളും ഉണ്ടാകയില്ലേ ഇല്ല. യെശയ്യാ പ്രവചനം 33 അധ്യായം 24 വാക്യം. യെശയ്യാ പ്രവചനം 33 അധ്യായം 24 വാക്യം. യെശയ്യാ 33:24. എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറയുകയില്ല, അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. ഒരിക്കൽ കൂടെ, എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയുകയില്ല, അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. എനിക്ക് ദീനമെന്ന് ആ 1000 ആണ്ട് ആരും പറയുകയില്ല. അർത്ഥം, അവിടെ രോഗികൾ ഉണ്ടാകയില്ല. രോഗമില്ല ഒരു കാലം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഏതോ ഡോക്ടർമാർ ഞെട്ടി അവരെന്നെ തുറച്ചു നോക്കി. ഏതോ സ്തോത്രം പറഞ്ഞിട്ടിരിക്കുന്ന നേഴ്സുമാരും സൈലന്റായി. എന്നാൽ വേദപുസ്തകം പറയുന്നു 1000 ആണ്ട് യേശു കർത്താവ് രാജാതി രാജാവായി അതേ വാഴുന്നതായ സമയത്ത് ഉള്ള സകല മെഡിക്കൽ കോളേജസും ഹോസ്പിറ്റൽസും സകലതും എംപ്റ്റി ആയിരിക്കും, സകലതും ഒഴിഞ്ഞു കിടക്കും. കാരണം യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേള നോക്കിയാട്ടെ, 4 സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ 4 സുവിശേഷങ്ങളിൽ 23 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഓഫൻ ഹി ഹീൽഡ് ദം ഓൾ. കാരണം യേശു ഒരു ഗ്രാമത്തിലേക്ക് കടന്നു വന്നാൽ സകലരെയും സൗഖ്യമാക്കിയാണ്. മിക്കവാറും സ്ഥലങ്ങളിൽ സ്തോത്രം, അപൂർവം ചില സ്ഥലങ്ങൾ ഒഴികെ ബാക്കി മിക്കവാറും സ്ഥലങ്ങളിൽ അവൻ സകലരെയും സൗഖ്യമാക്കിയാണ്. രാജാതി രാജാവായി കർത്താതി കർത്താവായി കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ 1000 ആണ്ട് അന്ന് കൊറോണ ഇല്ല, അന്ന് ക്യാൻസർ ഇല്ല, അന്ന് തുമ്മപ്പനിയില്ല, അന്ന് വൈറസസ് ഇല്ല. കാരണം എന്ത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നാൽ ചെയ്ത യേശു അന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറയും. നമ്പർ 3, മൂന്നാമത്തെ ഞാൻ പറയട്ടെ, അന്ന് വൈകല്യങ്ങളില്ല. യെശയ്യാ പ്രവചനം 29 അധ്യായം 18 വാക്യം വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 29 അധ്യായം 18 വാക്യം. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങൾ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരം നീങ്ങി കാണുകയും ചെയ്യും. കുരുടന്മാരുടെയും ചെകിടന്മാരുടെയും കണ്ണും ചെവിയും തുറന്നിരിക്കുമെന്ന്. കുരുടന്റെ കണ്ണ് തുറന്നിരിക്കും, ചെകിടന്റെ ചെവിയും തുറന്നിരിക്കും. ഒരു വാക്യം കൂടെ, യെശയ്യാ പ്രവചനം തന്നെ. യെശയ്യാ ഏറ്റവും കൂടുതൽ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവാചകന്മാരിൽ ഒരാൾ. ഒരിക്കൽ കൂടെ, യെശയ്യാവാണ്. ഹലോ, യെശയ്യാവാണ് സ്തോത്രം സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന പ്രവാചകൻ. 35 അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങൾ. സ്തോത്രം എല്ലാം വായിക്കാൻ നേരമില്ലെങ്കിലും 4 വാക്യം. സ്തോത്രം, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന് പ്രതികൂലമായി വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. 5 വാക്യം. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കയില്ല. മീനിങ് ഇതാണ്. സ്തോത്രം. അതെ, 6 വാക്യം. മോനെ 6 വാക്യം കൂടെ. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാമം ഉല്ലസിച്ച് ഘോഷിക്കും. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാമം ഉല്ലസിച്ച് ഘോഷിക്കും. ചെകിടന്റെ ചെവി തുറന്നിരിക്കുമെന്ന്, കുരുടന്റെ കണ്ണ് തുറന്നിരിക്കുമെന്ന്, ഊമന്റെ നാവ് തുറന്നിരിക്കുമെന്ന്, മുടന്തൻ മാനിനെ പോലെ ചാടുമെന്ന്. ഇൻ ജീസസ് നെയിം. ഒരു രാജാവിന്റെ കാലത്തും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു യേശു കർത്താവ് കടന്നു വരുമ്പോൾ അവന്റെ രാജ്യത്തിൽ സ്തോത്രം, ന്യൂസിലാൻഡ് തുടങ്ങി അമേരിക്ക വരെയുള്ളതായ ഈ ലോകത്തിന്റെ എല്ലാ ദ്വീപുകളിൽ, എല്ലാ രാജ്യങ്ങളിൽ, എല്ലാ താഴ്വരകളിൽ ഒരൊറ്റ വൈകല്യമുള്ളവരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ പറഞ്ഞാട്ടെ, അതേ കർത്താവേ, ഞങ്ങൾക്ക് വൈകല്യം വേണ്ട, ഞങ്ങൾക്ക് വൈകല്യം വേണ്ട. കാരണം അന്നത്തെ കർത്താവാണ് ഇന്നത്തെയും കർത്താവ്. എന്താ മിണ്ടാതിരിക്കുന്നത്? കമോൺ. യേശുവിൻ്റെ നാമത്തിൽ അന്നത്തെ കർത്താവാണ് ഇന്നത്തെയും കർത്താവ്. 105-ാം സങ്കീർത്തനം 37-ാം വാക്യം വേദപുസ്തകം പറയുന്നു, അവരിൽ ഒരുത്തൻ പോലും ബലഹീനനായി ഉണ്ടായില്ല. 40 വർഷക്കാലം ഇസ്രായേൽ ജനം 30 ലക്ഷം പേർ കടന്നു പോകുമ്പോൾ അതേ ഷോർട്ട് സൈറ്റ് ഉള്ളവർ, ലോങ് സൈറ്റ് ഉള്ളവർ, കാല് വളഞ്ഞവർ, കണ്ണ് കാണാത്തവർ ഉണ്ടായിരുന്നില്ല. ഒരുത്തൻ പോലും ബലഹീനനായി ഉണ്ടായിരുന്നതേയില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും രോഗികളായി കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ബലഹീനതകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കേട്ട് സകല നാമത്തിന് മേല യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ക്രൈസ്റ്റ് ആൻഡ് ഫാമിലി കൈയടിക്കുക, നിങ്ങൾ നന്നായി കൈയടിക്കുക. യെസ്, ഹല്ലേലൂയ. വീട്ടിൽ കട്ടിലുള്ളവർ അല്ലെങ്കിൽ വീട്ടിൽ കിടക്കയുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. വീട്ടിൽ കിടക്കയുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ആരെങ്കിലും കൈ വിറത്താതിരിക്കുന്ന നിന്നാണോ താൻ ഉറങ്ങുന്നതെന്ന് ചോദിക്കുക. സ്തോത്രം. വീട്ടിൽ കിടക്കയുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വീട്ടിൽ ഉറങ്ങുന്ന കിടക്കയുള്ളൂ, അല്ലാതെ രോഗക്കിടക്കകളില്ല.
നിന്റെ വീട്ടിൽ ഉറങ്ങുന്ന കിടക്കുകളേ ഉള്ളൂ, രോഗക്കിടക്കകളില്ല. കാരണം ഇന്ന് പകൽ ഇവിടെ നീ ആരാധിക്കുമ്പോൾ നിന്റെ രോഗക്കിടക്കകളെ കർത്താവ് മാറ്റി വിരിക്കുന്നു. ഇൻ ജീസസ് നെയിം. അവരിൽ ഒരുത്തൻ പോലും ബലഹീനൻ ഇല്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിൽ മേഘം മൂടുന്നത് പോലെ ദൈവത്തിന്റെ ആരോഗ്യം സ്തോത്രം വ്യാപരിക്കപ്പെടട്ടെ. യേശു കർത്താവ് രാജാതി രാജാവ്. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ജനം ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ശരീരത്തിന് മാത്രമാണോ ഈ വിടുതൽ? വൈകല്യമില്ല, സ്തോത്രം. അതേ, രോഗങ്ങളില്ല. ശരീരത്തിന് മാത്രമാണോ ഈ വിടുതൽ? നോ. പലരും സ്തോത്രം ശരീരം മാത്രം കൊണ്ട് ശാരീരിക സൗഖ്യം മാത്രം പറയുമ്പോൾ, ശാരീരിക നന്മകൾ മാത്രം പറയുമ്പോൾ മനസ്സിലാക്കണമേ, യഥാർത്ഥ അഭിഷേകം കൊണ്ടുവരുന്നത് പുറത്തെ മനുഷ്യന്റെ അനുഗ്രഹം മാത്രമല്ല, പുറത്തു നിന്ന് അകത്തേക്കല്ല, അകത്തു നിന്ന് പുറത്തേക്കാണ്. ഒരിക്കൽ കൂടെ, ആത്മാവിന്റെ ശുശ്രൂഷ പുറത്ത് നിന്ന് അകത്തേക്കല്ല, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ അകത്ത് നിന്ന് പുറത്തേക്കാണ്. ആദ്യം അതിപരിശുദ്ധ സ്ഥലം, പിന്നെ വിശുദ്ധ സ്ഥലം, പിന്നെ പ്രാകാരം. സ്തോത്രം. അതേ, മനസ്സിനും വിടുതലുണ്ടെന്ന് 1000 ആണ്ട് യേശു കർത്താവ് രാജാവായിരിക്കുമ്പോൾ. യെശയ്യാ പ്രവചനം 14 അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ there will be freedom from oppression. എല്ലാം നിരാശകളിൽ നിന്ന് അതേ സ്തോത്രം വിടുതലുണ്ടായിരിക്കും. യെശയ്യാ 14:3 വായിച്ചാട്ടെ. യഹോവ നിന്റെ വ്യസനവും. യെശയ്യാ 14:3. യഹോവ നിന്റെ വ്യസനവും. ശബ്ദം ഉയർത്തി വായിക്കുക, സ്ക്രീനിൽ നോക്കി. യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യത്വം നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതായി, സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞു പോയി. യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. സ്തോത്രം. വംശങ്ങളെ ഇടപെടാതെ ക്രോധത്തോടെ അടിക്കുകയും ആർക്കും അടുത്തുകൂടാത്ത ഉപദ്രവത്താൽ ജാതികളെ കോപത്തോടും ഭരിക്കുകയും ചെയ്തവനെ തന്നെ. 7-ാം വാക്യം. സർവ്വഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു എന്നവർ ആർത്ത് പാടുന്ന. ഓ കം ഓൺ. ഹല്ലേലൂയ. എല്ലാ വാച്ചും നിന്നെങ്കിൽ 1.5 മണിക്കൂർ പറയാമായിരുന്നു. ബാബേൽ രാജാവ്. ആരാ ബാബേല്? സ്തോത്രം. ബാബേൽ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് എതിർ ക്രിസ്തു. എന്നാൽ തിരുവചനം പറയുന്നു, അവനെ കർത്താവ് ഒടുക്കി കളയുന്നതോടെ മനസ്സ് വിടുതൽ പ്രാപിക്കുന്നെന്ന്. അവന്റെ വടിയും അവന്റെ ചെങ്കോലിനെ ദൈവം ഒടിച്ചു കളയുന്നെന്ന്. നിന്നെ കരയിപ്പിക്കുന്ന, നിന്നെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന നിന്റെ മനസ്സ് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ചില ദൈവമക്കൾ ചിരിക്കത്തില്ല. സ്തോത്രം. പുറമേ അതേ ബഹളമുണ്ടാക്കി അകത്ത് കരഞ്ഞു നടക്കുന്നവരാണ്. എന്നാൽ അത് ദൈവികതയല്ല, അത് ശുദ്ധ പൈശാചികമാണ്. മതി കർത്താവേ, എങ്ങനെയെങ്കിലും എൻ്റെ ജീവനെ ഒന്ന് എടുത്താൽ മതി. മതി കർത്താവേ, എങ്ങനെയെങ്കിലും ചത്താൽ മതി. ഞാൻ പറയട്ടെ, God cannot use a depressed person. നിരാശനെ ദൈവത്തിന് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയത്തില്ല. നിരാശകളായിരിക്കുന്നവന്റെ പഞ്ചായത്തിൽ ദൈവം കയറത്തില്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാ നിരാശകൾ വിട്ടുപോകട്ടെ. 1000 ആണ്ട് യേശു കർത്താവ് ഈ ലോകത്തിൽ ഭരിക്കുമ്പോൾ സകല സൈക്കോളജിസ്റ്റ് ക്ലിനിക്കും യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആയിരിക്കും. ഒന്ന് രാജാക്കന്മാർ 19-ാം അധ്യായം 3 മുതൽ 5 വരെ. പണ്ട് ഏലിയ പ്രാർത്ഥിച്ചതുപോലെ ഇപ്പം മതി യഹോവേ, എങ്ങനെയെങ്കിലും ചത്താ മതി. നിർത്ത് യേശുവിൻ നാമത്തിൽ. യേശു നിന്റെ ശരീരത്തെ മാത്രമല്ല നിന്റെ മനസ്സിനെയും വിടുവിക്കുന്നവൻ. അവൻ നിരാശ തന്ന് നിന്നെ കൊല്ലുന്നവനല്ല. അവൻ നിരാശയുടെ പുതപ്പെട്ട് നിന്റെ മനസ്സിന്റെ ഉല്ലാസത്തെ കെടുത്തുന്നവനല്ല. അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. പുസ്തകം പറയുന്നു, കൊയ്ത്ത് കാലത്തെ ആനന്ദത്തെക്കാൾ, കൊള്ള പങ്കിടുന്നവരെ ആനന്ദത്തെക്കാൾ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നവനാണ് ദൈവം. ഇന്ന് പകൽക്കാലം ആര് കുനിഞ്ഞിരിക്കാതെ അല്പം നിവർന്നിരുന്നാട്ടെ. ഒരിക്കൽ കൂടെ കുനിഞ്ഞിരിക്കാതെ നിവർന്നിരുന്ന് വിളിച്ചു പറ, അത്തിവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ഗോശാലികൾ കന്നുകാലികൾ വിളയുകയില്ല. അതേ സ്തോത്രം. ഒന്നും എനിക്കില്ലായിരിക്കാം, ഒന്നും എനിക്ക് ലഭിക്കാതെ ശൂന്യമായിരിക്കാം. അതുകൊണ്ട് ഞാൻ തലയും കുറിച്ച് മിണ്ടാതിരിക്കുമെന്നല്ല, എങ്കിലും ഞാൻ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിക്കുക. സകല നിരാശകളും ആവശ്യമില്ലാത്ത സകല ദുഃഖത്തിന്റെ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ.
5-ാമത് വേദപുസ്തകം പറയുന്നു, യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, യേശു കർത്താവ് രാജാതിരാജാവായിരിക്കുന്ന ആ ദിവസങ്ങൾ അന്നും പേറും പിറപ്പും ഉണ്ടാകുമെന്ന്, അന്നും കുഞ്ഞുങ്ങൾ ജനിക്കുമെന്ന്. അയ്യോ ബ്രദർ സുരേഷ് ബാബു, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെങ്ങനെയാണ് നടക്കുന്നത്? അന്ന് പേരും പിറപ്പും എങ്ങനെയാണ് നടക്കുന്നത്? 65-ാം അധ്യായം 20-ാം വാക്യം യെശയ്യാ പ്രവചനം വായിച്ചാട്ടെ. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവനെന്നേ വരത്തുള്ളൂ. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ശ്രദ്ധിക്കുക, ഇത് സഭയെക്കുറിച്ചല്ല പറയുന്നത്. കാരണം സഭ റാപ്ചറായി, സഭ ഉൾപ്രാവണം പ്രാപിച്ച്, തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച്, സ്വർഗീയ ശരീരം പ്രാപിച്ച്, സ്തോത്രം, കർത്താവിന്റെ സന്നിധിയിൽ എടുത്തുകൊള്ളപ്പെട്ടു. എന്നാൽ കൈവിടപ്പെട്ട കുറെ അണ്ണന്മാർ അന്ന് ലോകത്തിലുണ്ടായിരിക്കും. കൈവിടപ്പെട്ടവർ, അവർ അന്തിക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കാത്തവർ, അവർ അത്രയും സ്തോത്രം പിടിച്ചു നിന്നവർ. എൻ്റെ വാക്കുകൾക്ക് അതീതമാണ് അന്നത്തെ പീഡ. നിങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിയാത്തതാണ് എതിർ ക്രിസ്തു ഭരിക്കുന്നതായ മഹാപീഡ. പക്ഷെ ആ മഹാപീഡയിൽ അവർ പിടിച്ചു നിൽക്കും. ഒരുപക്ഷെ 144,000 പേർ സെലക്ട് ചെയ്യപ്പെട്ടവർ പറയുന്ന സുവിശേഷം കേട്ടിട്ടായിരിക്കാം. അല്ലെങ്കിൽ കർത്താവ് അയച്ച 2 സാക്ഷികളുടെ ഉള്ളതായ സ്തോത്രം സാക്ഷ്യം കേട്ടിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഇന്നാളുകളെ മക്കൾ ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞ വചനം കേട്ട് ഇതിലൊന്നും കഴമ്പില്ല എന്ന് ജീവിക്കുന്നവർ നമ്മൾ പോയതിനു ശേഷം നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്കൊരു വിലയില്ലാത്തത്. ഓ കമോൺ, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞ, നിങ്ങളെ കാര്യമാണ്. ഹലോ, നമ്മളുള്ളത് നമ്മൾ പോകുമ്പോൾ മനസ്സിലായി ഇവർ പറഞ്ഞതാണ് കാര്യം, ഇവർ പറഞ്ഞതാണ് കാര്യം. ഈ അരപ്പരിവ മനസാന്തരത്തിൽ ഇരിക്കുന്ന ചിലരുണ്ട്. നോക്ക് കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. യുവമാരെല്ലാം ഗുണപ്പെടുന്നത് എപ്പോഴെന്നറിയോ? കർത്താവ് വന്ന് സഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ. അന്നായിരിക്കും ഏറ്റവും വലിയ സഭായോഗം നടക്കുന്നത്. കർത്താവ് വന്ന് സഭയെ കൊണ്ടുപോകുമ്പോഴായിരിക്കും ഈ ഹാള് നിറഞ്ഞു കവിയുന്ന ഭയങ്കര സഭായോഗം നടക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത്, ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. റിയലി, പുരുഷന്മാർ ഉൾപ്പെടെയോ? റിയലി, ഹല്ലേലൂയ. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് കണ്ടിട്ടുള്ളവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. സ്തോത്രം. എല്ലാവരും തിന്നിട്ടുള്ളവരാണ്. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതാണ് കഠിനമെന്ന് പറയുന്നെങ്കിൽ അന്തിക്രിസ്തു അന്ന് കുഴയ്ക്കുന്നതായൊരു കുഴപ്പുണ്ട്. അതിലൊരു ചെറിയൊരു കൂട്ടം സ്തോത്രം അവശേഷിക്കപ്പെടും. എൻ്റെ മക്കളെ, സ്തോത്രം. അതുകൊണ്ട് ബെസ്റ്റ് പാക്കേജ് ആ ശേഷിക്കുന്ന ആ ചെറിയ കൂട്ടമല്ല. ജീസസ് ഈസ് ദ ബെസ്റ്റ് പാക്കേജ്. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. അന്ന് അങ്ങനെയായിരിക്കുന്ന അവർ ജീവിക്കുന്നത് പഴയ ശരീരത്തിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് തേജസ്സിൻ്റെ സ്വർഗീയ ശരീരത്തിലാണ്. സ്തോത്രം. അന്ന് അവർക്ക് മക്കളുണ്ടാകുക. അന്ന് രോഗങ്ങളില്ല, ബലഹീനതകളില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? സ്തോത്രം. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നതായ ഒരു കാലം. എല്ലാം പറവാൻ നേരമില്ലല്ലോ. സ്തോത്രം. കേൾക്കണമേ, അന്ന് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഒരു സ്തോത്രം. ശിശുവിൻ്റെ പ്രായം തന്നെ 100 വർഷമെന്നാണ് വേദപുസ്തകം പറയുന്നത്. സ്തോത്രം. മരണമില്ലാ കാലം. സ്തോത്രം. പണ്ട് കുഞ്ചൻ നമ്പ്യാർ നമ്മെ പഠിപ്പിച്ചതായ, കുഞ്ചൻ നമ്പ്യാർ വെറുതെ ഇരുന്നപ്പോൾ ഒരു പദ്യം എഴുതി നമ്മൾക്ക് പഠിപ്പിക്കണമെന്ന് തോന്നി. പുള്ളി എഴുതിയ ഒരു പദ്യം ഉണ്ടായിരുന്നു, കാലനില്ല കാലം. നിങ്ങൾ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? സ്തോത്രം. യെസ്, വെൽക്കം ടു ദ ക്ലബ്. അതേ, നോക്കണമേ, സ്തോത്രം. കാലമില്ല കാലം. എന്നാൽ യേശു കർത്താവ് രാജാവായിരിക്കുമ്പോൾ മരണമില്ല കാലം. മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവിൻ്റെ മുൻപിൽ അന്ന് മരണമില്ല കാലം. സ്തോത്രം. അന്ന് കുഞ്ഞുങ്ങൾ ജനിക്കും എന്ന് വേദപുസ്തകം പറയുന്ന. അന്ന് സ്തോത്രം ശാപഗ്രസ്തരും ഉണ്ടായിരിക്കുമെന്ന്. ദാറ്റ് മീൻസ് ഫ്രീ വില്ലിലാണ് ദൈവം, സ്വതന്ത്ര ചിന്താഗതിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. സ്തോത്രം. മാതാപിതാക്കൾ ഒരുപക്ഷെ യേശുവിൽ വിശ്വസിച്ചിരിക്കാം. പക്ഷേ അടുത്ത് ജനിക്കുന്നവൻ കർത്താവ് രാജാവാണെങ്കിൽ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ അവൻ രക്ഷിക്കപ്പെടേണ്ടത് യേശുവിലൂടെ മാത്രമാണ്. ഏത് കാലഘട്ടത്തിലെ രക്ഷ വർഗീസാച്ചായാലും ത്രേസ്യാമ്യയിലും അല്ല, കൊന്തയിലും കുരുത്തോലിലും അല്ല രക്ഷ. യേശു കർത്താവിലൂടെ മാത്രമാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം നസ്രേന യേശുവിൻ്റെ നാമം അത്രേ. 6-ാമതായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. സെഫനിയ പ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, അന്ന് 1000 ആണ്ട് യേശു ഈ ലോകത്തെ ഭരിക്കുന്നതായ സമയത്ത് ഒറ്റ ലാംഗ്വേജ് ആയിരിക്കും, ഒരൊറ്റ ഭാഷയായിരിക്കും. സെഫനിയ 3:9 വായിച്ചാട്ടെ. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. ഇംഗ്ലീഷിൽ വായിച്ചാട്ടെ. ഫോർ then I will turn to people a pure language.
ഓ സിംഗുലറായി ഏകവചനമായി എഴുതിയിരിക്കുന്നു. എ പ്യുവർ ലാംഗ്വേജ് that they may all call upon the name of the Lord to serve him with one consent. That means ഒറ്റ ലാംഗ്വേജ് ആയിരിക്കും, ഒറ്റ ഭാഷയായിരിക്കും അന്നുള്ളത്. സ്തോത്രം. രണ്ടുപേരെ തൊട്ട് പറയാം, ഒറ്റ ഭാഷ. സ്തോത്രം. ഒറ്റ ഭാഷ. ഇടയ്ക്കിടയ്ക്ക് നമ്മളടുത്ത് പലരും പറയാറുണ്ട്, നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. പലപ്പോഴും ചിലർ പറയും, സോറി ഞാൻ അങ്ങനെയല്ല മീൻ ചെയ്തത്, ഞാൻ ഇങ്ങനെയാണ് മീൻ ചെയ്തത്. എല്ലാറ്റിലും ഒരു കലക്കം, ഒരു സാമ്പാർ പോലെ, ഒരു അവിയൽ പോലെ, എല്ലാറ്റിലും ഒരു കലക്കം, എല്ലാറ്റിലും. ഇതെന്നാ കലങ്ങിയതെന്നറിയോ? ഇത് കലങ്ങിയത് തിരുവനന്തപുരത്തല്ല കലങ്ങിയത്, അങ്ങ് ബാബയല്ല കലങ്ങിയത്. അത് കലങ്ങിയത് ഈ ഇടയ്ക്കല്ല, ഉൽപ്പത്തി 11 കലങ്ങിയത്. മനുഷ്യരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു ടവർ പണിതപ്പോൾ വേദപുസ്തകം പറയുന്നു, God confused their language. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഭാഷയെ ദൈവം കലക്കി. അന്ന് കലക്കിയ കർത്താവ് ആ കലക്കൽ മാറ്റാൻ ഇതാ രാജാവായി വരുന്നു. കലക്കൽ മാറ്റിയ കർത്താവ് ഈ ഭൂമിയിൽ രാജാവായി വരുമ്പോൾ അന്ന് ഒറ്റ ഭാഷയായിരിക്കും. സ്തോത്രം. ഓൾറെഡി നമ്മൾ കേട്ടു, ആ ഏതേൻ തോട്ടത്തിൽ മനുഷ്യനെ യൗവണ്ണമായിരിക്കുന്നു, അതുപോലെ ഒരു സ്പിരിച്വൽ റിസ്റ്ററേഷൻ ആയിരിക്കും, ആത്മീയ നവോത്ഥാനമായിരിക്കും, ആത്മീയ അതേ സ്തോത്രം റിസ്റ്ററേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. എന്നോട് ചോദിക്കല്ലേ, സ്തോത്രം, ആദമും ഹവ്വയും ഏത് ഭാഷയാണ് സംസാരിച്ചെന്ന് എനിക്ക് പ്യൂർലി അറിയത്തില്ല. പക്ഷേ ദൈവകൃപയാൽ തിരുവചനം പറയുന്നു, യേശു കർത്താവ് രാജാതി രാജാവായി ഈ ലോകത്ത് ഭരിക്കുന്നതായ സമയം ഒരു ഭാഷയായിരുന്നു, ഒരു സ്തോത്രം ഭാഷയായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായ ഒരു സാക്ഷ്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26:14 സ്വർഗം തുറക്കപ്പെട്ട് ഞാൻ കേട്ട ഒരു ശബ്ദമുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഏത് ഭാഷകളാണ് ശൗൽ കേട്ടത്? ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്ന് ശൗല് കേട്ടതായ ശബ്ദം ലാറ്റിൻ അല്ല, ഹീബ്രുവിലല്ല, സാൻസ്ക്രിറ്റിലല്ല, തമിഴിലല്ല, മലയാളത്തിലല്ലേ അല്ല. അവൻ കേട്ടത് എബ്രായ ഭാഷയിലത്രേ. ഞാനൊരു കാര്യം കൃത്യമായി നിങ്ങളെ ഓർപ്പിക്കട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയി. എപ്പോഴൊക്കെ സ്വർഗം തുറക്കപ്പെട്ടോ കളർ വൈറ്റ് ആണ്, ശബ്ദം എബ്രായ ഭാഷയുമാണ്. എപ്പോഴൊക്കെ സ്വർഗം തുറക്കപ്പെട്ടോ നിറം വെണ്മയാണ്, ഭാഷ എബ്രായ ഭാഷയുമാണ്. എബ്രായ ഭാഷ സ്വർഗീയ ഭാഷയെങ്കിൽ ഐ ഡോണ്ട് നോ, യേശു കർത്താവ് രാജാതി രാജാവായി കടന്നു വരുമ്പോൾ അന്ന് ഒറ്റ ഭാഷയായിരിക്കുമെന്ന്. സൂപ്പർ നാച്ചുറലി ലോകത്തിൽ എല്ലാ ഭാഗത്തും സ്തോത്രമതി ഒറ്റ ഭാഷ. യഹൂദൻ ചെതറി, യഹൂദന്മാർക്കെതിരെ, യഹൂദനെതിരെ സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റു, രാജാക്കന്മാർ എഴുന്നേറ്റു. സ്തോത്രം. അതെ, എന്നിട്ടും അവന്റെ ഭാഷ നഷ്ടപ്പെട്ടില്ല. ദൈവം ആ ഭാഷയെ സൂക്ഷിച്ചു. ഇവിടുന്ന് സ്തോത്രം ന്യൂയോർക്ക് എയർപോർട്ടിൽ ചെന്നിറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിള്ളേർ ഇപ്രകാരം ചോദിക്കും, മാമി വാട്ട് ഈസ് പാലപ്പം? മാമി പാലപ്പം എന്തിയേ? അല്ലെങ്കിൽ പാലപ്പം അതെന്തുവാ? സ്തോത്രം. മലയാളി അവിടെ ചെന്ന് 3 വെള്ളിയാഴ്ച കഴിയുമ്പോൾ മലയാളം മറന്നും പോയി, ഇംഗ്ലീഷ് പഠിച്ചില്ല. എന്നാൽ സ്തോത്രം 2000 വർഷമായി യഹൂദൻ ചെതറിയിട്ടും യഹൂദം തകർന്നിട്ടും അവന്റെ ഭാഷയെ തകർക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവ് ജീവിക്കുന്ന. യേശു കർത്താവ് രാജാതി രാജാവ് വരുമ്പോൾ ഒരു ഭാഷയായിരിക്കും ലോകത്തിലുള്ളത്. അവസാനമായി ഞാൻ പറഞ്ഞു, പ്രവചനം 65 അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ യേശു കർത്താവ് രാജാവായി 1000 ആണ്ട് ഈ ലോകത്തെ ഭരിക്കുന്നതായ സമയത്ത് വേൾഡ് മാർക്കറ്റ് സ്തോത്രം തലകുത്തി അതിന്റെ സൂചിക താഴെ പോകത്തില്ല. ഇറ്റ് വിൽ ബി ദ ടൈം ഓഫ് ഗ്ലോബൽ പ്രോസ്പെരിറ്റി. ലോകത്തിലെ ഏറ്റവും നല്ല സ്തോത്രം പ്രോസ്പെരിറ്റി, സമൃദ്ധി വെളിപ്പെടുന്ന കാലമായിരിക്കും യേശു രാജാവായി അതെ വെളിപ്പെടുമ്പോൾ. ഇന്ന് പകലും ദൈവകൃപയാൽ കേട്ടാട്ടെ, നിന്റെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ യേശു രാജാവായിരിക്കുന്നെങ്കിൽ നീ കടം വാങ്ങുന്നവനല്ല, നീ കടം കൊടുക്കുന്നവനായിരിക്കും. ഓ കമാൺ. യേശു കർത്താവ് നിങ്ങളെ രാജാതി രാജാവായി നിന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കുക. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കുക. 65:20 വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഗ്ലോബൽ പ്രോസ്പെരിറ്റി പറയുന്നു. നേരമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൽ റെസിഷൻ ഇല്ല. യേശുവിന്റെ അതേ രാജധാനി
രാജധാനിയിൽ യേശുവിൻ്റെ രാജ്യത്തിൽ സാമ്പത്തിക തകർച്ചയില്ല, സാമ്പത്തിക മാന്യതയില്ല. യേശുവിൻ്റെ രാജ്യത്തിൽ ക്ഷാമമില്ല. യേശുവിൻ്റെ രാജ്യത്തിൽ ഭൂകമ്പം ഇല്ല. യേശുവിൻ്റെ രാജ്യത്തിൽ സുനാമി ഇല്ല. യേശുവിൻ്റെ രാജ്യത്തിൽ പ്രളയം ഇല്ല. യേശുവിൻ്റെ രാജ്യത്തിൽ തിന്മകളില്ല. യേശുവിൻ്റെ രാജ്യത്തിൽ ജയിലുകൾ ഇല്ല. യേശുവിൻ്റെ രാജ്യത്തിൽ കണ്ണുനീരില്ല, മുറവിളിയില്ല. അതേ സമാധാന രാജ്യം സ്ഥാപിപ്പാൻ സമാധാന പ്രഭുവാകുന്ന യേശു വേഗം വരുന്ന. രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ മനസ്സിലാക്ക്, 1000 ആണ്ട് ഈ ലോകത്തെ ഭരിപ്പാൻ, ബോസ്കം 1000 ആണ്ട് യേശു കർത്താവ് ഈ ലോകത്തെ സ്തോത്രം ഭരിപ്പാൻ ഹിനിയുടെ രാജധാനി, അവനൊരു തലസ്ഥാന നഗരം ആവശ്യം. ഹിനിയുടെ ക്യാപിറ്റൽ സിറ്റി. യേശു കർത്താവിന് ഒരു തലസ്ഥാന നഗരം ആവശ്യം. ഞാൻ സ്തോത്രം പകൽക്കാലം പറയട്ടെ, ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിക്കും. ദൈവം നിങ്ങളെ ഭയങ്കരമായി മാനിക്കും. ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിക്കും. ഭയങ്കരമായിട്ട് മാനിക്കും. ഞാൻ എൻ്റെ മലയാളത്തിൽ, തിരുവനന്തപുരം മലയാളത്തിൽ പറയട്ടെ, ദൈവം നിങ്ങളെ ഓടിച്ചിട്ട് മാനിക്കുന്ന ദിവസങ്ങളാണ് നിങ്ങൾ ജീവിക്കുന്നത്. യെസ് 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 യെസ്. ദൈവം നിങ്ങളെ ഭയങ്കരമായി മാനിക്കും. ഭയങ്കരമായി മാനിക്കും. എങ്ങനെ മാനിക്കും? അഭിഷേകം തന്ന് അവൻ നിന്നെ മാനിക്കും. അഭിഷേകം തന്നവൻ മാനിക്കും. ഈ വന്ന മെശിഹ എന്ന് പറയുന്നത് അനോയിന്റഡ് വൺ. മെശിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. ശബ്ദമുയർത്തി പറഞ്ഞേ, അഭിഷിക്തൻ. യെസ്, മെശിഹ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ. പഴയ നിയമത്തിലെ മോശയേക്കാൾ, അഹരോനേക്കാൾ, ഏലീശായേക്കാൾ, ഏലിയാവിനേക്കാൾ, മറ്റേ ദാവീദിനേക്കാൾ ഏറ്റവും വലിയ അഭിഷിക്തനായി വന്നിരിക്കുന്നത്. അവന് വന്ന ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവനൊരു ക്യാപിറ്റൽ സിറ്റിയുണ്ട്. അവൻ്റെ ക്യാപിറ്റൽ സിറ്റി ടോക്കിയോ അല്ല, എൻ്റെ ഇപ്പുറത്ത് സിംഗപ്പൂരല്ല, എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കൊലാലംപൂരല്ല, ഇപ്പുറത്ത് കൊളംബോയല്ല, ഡൽഹി, ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ്, ബാംഗ്ലൂർ അല്ല. അവൻ്റെ ക്യാപിറ്റൽ സിറ്റി ദുബായ് അല്ല, സ്തോത്രം ഡർബൻ അല്ല, അതെ മാഞ്ചസ്റ്റർ അല്ല, മഡഗാസ്കർ അല്ല, മൻഹാറ്റൻ അല്ല. യേശുവിൻ്റെ ക്യാപിറ്റൽ സിറ്റി ലണ്ടൻ അല്ല, കോപ്പൻഹേഗൻ അല്ല, അതെ ബെർലിൻ അല്ല, സ്തോത്രം കാലിഫോർണിയ അല്ല, ന്യൂയോർക്ക് അല്ല. യേശുവിൻ്റെ ക്യാപിറ്റൽ സിറ്റി വാഷിങ്ടൺ DC അല്ല. യേശു കർത്താവിൻ്റെ അതെ ക്യാപിറ്റൽ സിറ്റി യെരുശലേം. യേശുവിന് എവിടെ വേണമെങ്കിലും ക്യാപിറ്റൽ സിറ്റി എടുക്കാമായിരുന്നു. സിഡ്നി, മെൽബൺ, എവിടെ വേണമെങ്കിലും. കരഞ്ഞ ആരെങ്കിലും എന്നെ കേൾക്കുന്നോ? തകർന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നോ? നുറുങ്ങിയ ആരെങ്കിലും കേൾക്കുന്നോ? ദൈവം നീതിയുള്ളവനാണ്. മനുഷ്യർ നിന്നെ മറക്കും, പക്ഷെ ദൈവം നിന്നെ മറക്കത്തില്ല. നീ കടന്നു വന്നതായ വഴിയും ദൈവം മറക്കത്തില്ല. പിതാവായ ദൈവം പറഞ്ഞു, എൻ്റെ മകനെ, നിന്നിലൂടെ എനിക്കൊരു സ്വീറ്റ് വെഞ്ചൻസ്, ഒരു മധുര പ്രതികാരം ഒരു സ്ഥലത്ത് ചെയ്യാനുണ്ട്. നിന്നിലൂടെ ആരെയും വേദനിപ്പിക്കാതെ, ആരെയും തകർക്കാതെ എനിക്കൊരു സ്വീറ്റ് വെഞ്ചൻസ് ഒരു പട്ടണത്തിൽ ചെയ്യാനുണ്ട്. ആ പട്ടണമാണ് നിന്നെ അറസ്റ്റ് ചെയ്യാൻ തന്ത്രങ്ങൾ സ്വരൂപിച്ചത്. There was a plot against you. നിനക്കെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞതായ ഒരു പട്ടണം, അതാണ് യെരുശലേം. ആ പട്ടണത്തെ നോക്കിയാണ് നീ നിലവിളിച്ചു പറഞ്ഞത്, യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞിനെ ചെറുകിട നീരിൽ മറയ്ക്കുന്നത് പോലെ മറയ്ക്കാൻ, അണയ്ക്കുന്നത് പോലെ അണയ്ക്കാൻ എനിക്ക് ഒത്തിരി വട്ടം മനസ്സായിരുന്നു. നിനക്കോ മനസ്സായില്ല. നീ കരഞ്ഞത് ആ പട്ടണത്തിലാണ്. ആ പട്ടണത്തിലാണ് നീ ഗദശമനയിൽ കിടന്ന് പിടഞ്ഞത്, നിന്റെ വിയർപ്പ് രക്തമായത്. ആ പട്ടണത്തിൽ വെച്ചാണ് അവരെ നിന്നെ അറസ്റ്റ് ചെയ്തത്. ആ പട്ടണത്തിൽ വെച്ചാണ് അവർ നിന്റെ താടി രോമം വലിച്ചു പിടിച്ചത്. ആ പട്ടണത്തിൽ വെച്ചാണ് അതിരാവിലെ വാ കഴുകാത്ത 600 പടയാളികൾ നിന്നെ കാർക്കിച്ചു തുപ്പിയത്. ആ പട്ടണത്തിൽ വെച്ചാണ് അവർ നിന്റെ വസ്ത്രം മാറ്റി ഒരു പടയാളി വലുതും വേറൊരു പടയാളി ഇടന്നു നിന്ന് അടിച്ചു തകർത്തത്. ആ പട്ടണത്തിലാണ് നീ രക്തമൊഴുക്കി ക്രൂശുമായി നടന്നത്. ആ പട്ടണത്തിൽ വെച്ചാണ് നീ രാജാവോ എന്ന് ചോദിച്ച് കളിയാക്കി അതേ മുൾക്കിരീടം മെടഞ്ഞ നിന്റെ തലയിൽ വെച്ച് ഒരു വലിയൊരു തടിക്കഷ്ണം വെച്ച് അടിച്ചിറക്കിയത്. ആ പട്ടണത്തിലാണ് അവർ നിന്നെ ക്രൂരമായി ക്രൂശിച്ചത്. ആ പട്ടണത്തിലാണ് 3 ആണികളുടെ മേൽ 6 മണിക്കൂർ നേരം നീ തൂങ്ങി നിന്നത്. ആ പട്ടണത്തിലാണ് നിന്നെ അവർ അടക്കിയത്. അതേ പട്ടണത്തിലാണ് ഒരിക്കലും നീ പുറത്തു വരല്ല, ഒരു കാരണവശാലും നീ പുറത്തു വരല്ലെന്ന് പറഞ്ഞ് മുദ്ര വച്ച് നിന്നെ അടക്കിയത്. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, എവിടെയാണ് നീ തകർന്നേ? എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ടേ?
ഏത് ബന്ധുക്കളുടെ നടുവിൽ, ഏത് ഗ്രാമത്തിൽ, ഏത് പട്ടണത്തിൽ, ഏത് വ്യക്തികളുടെ മുൻപിൽ. ഇത് കഥാപുസ്തകമല്ല, ഇത് നിന്റെ ലൈഫാണ്. ദൈവകൃപയാൽ ഞാൻ ഗ്യാരണ്ടിയോടെ പറയട്ടെ, പിടിച്ചെന്നല്ലോ മക്കളെ, ദൈവം തന്നെ മാനിക്കും, ഭയങ്കരമായി മാനിക്കും. കാരണം ഈ പുസ്തകം ആരാണോ ഉയർത്തിയത് അവർ താണു പോകാൻ ദൈവം ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഈ പുസ്തകം നീ ഉയർത്തിയെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ വേണ്ടി പോകുന്നു. അത് ഏത് പട്ടണത്തിലാണോ യേശു കർത്താവ് തകർന്നത്, ക്രൂശിക്കപ്പെട്ടത്, നിന്ദിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്, അതേ പട്ടണത്തിൽ, not as a lamb of God, but as a lion of tribe of Judah, യഹൂദ ഗോത്രത്തിലെ സിംഹമായി അതേ പട്ടണത്തിൽ കർത്താവ് കടന്നു വരുന്ന, അവിടെ ഒരു സ്പെഷ്യൽ സീറ്റുണ്ട്. അതവൻ്റെ സിംഹാസനമാണ്. ആ സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നു. 1000 ആണ്ട് അവൻ ഈ ലോകത്തെ ഭരിക്കുന്ന. എൻ്റെ പ്രസംഗം കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, എവിടെയാണ് നിങ്ങൾ കരഞ്ഞത്, നുറുങ്ങിയത്, അവഹേളിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്, തകർക്കപ്പെട്ടത്? അവരുടെ നടുവിൽ, അതേ പട്ടണത്തിൽ, അതേ ഗ്രാമത്തിൽ, അതേ സങ്കടങ്ങളുടെ മുൻപിൽ കർത്താവ് നിങ്ങളെ മാനിക്കും, ഉയർത്തും. മാനിക്കും, ഉയർത്തും. കമാൺ, ദൈവത്തോട് സംസാരിക്കാം. 2 മിനിറ്റ്, 2 മിനിറ്റ്, 2 മിനിറ്റ്, 2 മിനിറ്റ്. കമാൺ, കമാൺ, കമാൺ. യെസ്, യെസ്. 2 മിനിറ്റ്, 2 മിനിറ്റ്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. ജസ്റ്റ് 2 മിനിറ്റ്സ്, 2 മിനിറ്റ്സ്. ഏതൊക്കെയോ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ആരോ പറയുന്നു, എനിക്കത് ആവശ്യമല്ല, അത്യാവശ്യമാണ്. എനിക്ക് ആവശ്യമല്ല, അത്യാവശ്യമാണ്. ദൈവം മാനിച്ചേ പറ്റത്തുള്ളൂ. ദൈവം എന്നെ മാനിച്ചേ പറ്റത്തുള്ളൂ. തമ്പുരാൻ എന്നെ കൈവിടാതെ വഴി നടത്തിയേ പറ്റത്തുള്ളൂ. ദൈവം എന്നെ ഉയർത്തിയേ പറ്റത്തുള്ളൂ. ദൈവം എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ. യേശുവിൻ്റെ മുൻപിൽ കരയുവാൻ മടിക്കല്ല.